അയോധ്യ നഗരത്തിനുള്ളിൽ സരയൂ നദിക്ക് അരികിലായി ഒരു അത്ഭുതമായി എല്ലാവരുടെയും ആശങ്കയിലാഴ്ത്തിയ രാമക്ഷേത്രം ഇതാ ഉയരുകയായി. 4 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം പൂർത്തീകരിച്ചിരിക്കുന്നത്. ജനുവരി 22-ന് ക്ഷേത്ര നട തുറക്കുമ്പോൾ നിങ്ങൾ കാണുവാൻ പോകുന്നത് ഒരുപാട് അത്ഭുതങ്ങളും ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളുമാണ്. ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഈ ക്ഷേത്രം പൂർത്തീകരിച്ചിരിക്കുന്നത്. 1800 കോടി രൂപയാണ് നിർമ്മാണ ചിലവ്. 1000-ൽ ഏറെ വർഷങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആയുസ് പറഞ്ഞിരിക്കുന്നത്. എത്ര വലിയ ഭൂകമ്പത്തെയും നേരിടുവാൻ തക്ക വാസ്തുശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. L&T കമ്പനിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പ ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ നഗരശൈലിയും ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ശൈലിയും പിന്നെ രാജ്യത്തെ എഞ്ചിനീയർമാരുടെ സാമർഥ്യവും ചേർത്ത് നിർമ്മിച്ചതാണ് 70 ഏക്കറിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ ക്ഷേത്രം. നിർമ്മാണത്തിൽ ഇരുമ്പും കോൺക്രീറ്റും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എഞ്ചിനീയർമാർ പറയുന്നത്. ഇതുകൂടാതെ കാലം കഴിയുമ്പോൾ മണ്ണിലെ ഈർപ്പം നിരന്തരം തട്ടി അടിത്തറയിലെ കല്ലുകൾ ദ്രവിക്കുന്നത് ഒഴിവാക്കാൻ 1700 ഗ്രാനൈറ്റ് കല്ലുകളും നിരത്തി വിരിച്ചു. രാജ്യത്തെ എഞ്ചിനീയർ മേഖലയിലെ ബുദ്ധിവൈഭവം കൂടിയാണ് ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുവാൻ പോകുക. രാമലല്ലയാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. ശ്രീരാമന്റെ ബാലരൂപമാണ് രാംലല്ല. രാംലല്ലയുടെ 3 വിഗ്രഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ 3 വിഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാവും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന ഈ 3 വിഗ്രഹമാണ് നിർമ്മിച്ചിരിക്കുന്നത്, റെഡിയാക്കി വെച്ചിരിക്കുന്നത്. തയ്യാറാക്കിയതിൽ വെച്ച് 5 വയസ്സുകാരൻ്റെ ഓജസ്സും കോമളത്വവും ഏറെയുള്ള വിഗ്രഹമാവും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഈ കാര്യം തീരുമാനിക്കുന്നതേ ഉള്ളൂ. രാജസ്ഥാനിലെ മാർബിളും തെലങ്കാനയിലെ ഗ്രാനൈറ്റും തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് രാംലല്ല വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ രാംനവമി ദിവസത്തിൽ രാംലല്ലയുടെ വിഗ്രഹത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്ന വിധത്തിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ളവരൊക്കെ നിങ്ങൾ പോകണം. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി. ഞാൻ അടുത്ത വർഷമാണ് പോകുന്നത്. ഞാൻ ഈ വർഷം വെക്കേഷനിൽ ഞാൻ ദ്വാരിക യാത്രയ്ക്കാണ് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം ഞാൻ തീർച്ചയായും പോകും. പിന്നെ ഭഗവാൻ വിളിച്ചാൽ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു കമൻ്റ് ഇടാനും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണം.